ജാനുവരി അവസാനമായിരുന്നു 18.3 അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തത്. 2 ആഴ്ചകൾക്ക് ശേഷം 18.3.1 എന്ന് പറയുന്ന മറ്റൊരു മൈനർ അപ്ഡേറ്റുമായിട്ട് ആപ്പിൾ വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സ്ഥിരം അറിയാവുന്ന പോലെ ഇത് ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട. പകരം ഇതൊരു പ്യുവർലി ബേസ്ഡ് ഓൺ സോഫ്റ്റ്വെയർ ബഗ്, സെക്യൂരിറ്റി പാച്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. എന്നാൽ ഇൻട്രസ്റ്റിംഗ്ലി ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈസ് നിങ്ങൾക്ക് അവിടെ കാണാം. 16 പ്രോയിലും ബാക്കി മിക്ക ഡിവൈസുകളിലും വന്നിരിക്കുന്ന 637 ആ ഒരു റേഞ്ചിലാണ്. എന്നാൽ 14 പ്രോ, നമ്മുടെ കയ്യിലുള്ള 14 പ്രോ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഇതിൽ പ്രീവിയസ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ 18.3 വന്നിരിക്കുന്ന 1.21 GB ആണ്. സോ നിങ്ങൾ പ്രീവിയസ് അപ്ഡേറ്റ് എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ടായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 18.3.1, watchOS 11.3.1, macOS 15.3.1, visionOS 2.3.1 ഇതിന് പുറമെ iOS 18 സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകളിലും ആപ്പിൾ കുറച്ച് അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐപാഡിലും മാക്കോസിലും 17.7.1 ആൻഡ് macOS 14ലും 13ലും 7.4 എന്ന് പറയുന്ന അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വേർഷൻ OSലും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റ് ചില ചേഞ്ചസിലേക്ക് വരുമ്പോൾ മോഡം ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ അപ്ഡേറ്റ് 18.3 നമുക്ക് മോഡം ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചില യൂസേഴ്സ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ജനറൽസ് ഓപ്ഷനിൽ പോയിട്ട് എബൌട്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ താഴത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ നെറ്റ്വർക്ക് പേര്, അതോടൊപ്പം കാരിയറിൻ്റെ വേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും കാരിയർ അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കാരിയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആപ്പിളും ഈ നെറ്റ്വർക്ക് പ്രൊവൈഡിങ് കമ്പനി, ഇപ്പോൾ ജിയോ ആണെങ്കിൽ എയർടെൽ, അതുപോലുള്ള കമ്പനികളും കൂടെ ചേർന്നിട്ട് പുഷ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യുക. അത് നമ്മളുടെ സെൽ കണക്ടിവിറ്റി, അതോടൊപ്പം മൊത്തത്തിലുള്ള നെറ്റ്വർക്ക് പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന അപ്ഡേറ്റുകളാണ് ഈ കാരിയർ അപ്ഡേറ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തത്. പലപ്പോഴും പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അവർക്ക് ജിയോ സിമ്മ് 5G ചിലപ്പം കാണിക്കുന്നില്ല, 5G അവർക്ക് നഷ്ടപ്പെട്ടു, സിം ഇട്ടിട്ട് 5G നെറ്റ്വർക്ക് മാത്രം കാണിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ്വർക്കിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ കോൾ വിളിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, കോൾ ഡ്രോപ്പ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്നു. ചിലപ്പോൾ അത് ഇതുപോലത്തെ കാരിയർ അപ്ഡേറ്റ് എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ 5Gയുടെ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് 5Gയുടെ ഓപ്ഷനിലേക്ക്, ഈ വോയിസ് ആൻഡ് ഡാറ്റയുടെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 5G ഡിസേബിൾ ആയിരിക്കും, നമുക്ക് അതിൽ സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, സിമ്മ് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ പുതിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും സെക്യൂരിറ്റി അപ്ഡേറ്റ്. അതിൽ ഒരു CVE എൻട്രി ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നുണ്ട്. സെക്യൂരിറ്റി വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കാണാം 18.3.1, അത് iPadOSനും ഇത് ബാധകമാണ്. iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും, iPhone XS മുതലുള്ള ഡിവൈസുകളിലൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ ഫിസിക്കൽ അറ്റാക്ക് മേ ബി ഡിസേബിൾ USB റെസ്ട്രിക്ഷൻ മോഡ് ഓൺ ലോക്ക്ഡ് ഡിവൈസ്. ലോക്ക് ആയിരിക്കുന്ന ഐഫോണിൽ പോലും നമുക്ക് USB റെസ്ട്രിക്ഷൻ മോഡ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ അറ്റാക്കാണ്. ആപ്പിൾ ഈസ് അവെയർ ഓഫ് ദിസ് റിപ്പോർട്ട് ദാറ്റ് this issue may have been exploited in an extremely sophisticated attack against specific targeted individuals. ഈ ഒരു വൾനറബിലിറ്റി ഒരു മേജർ ത്രെഡാണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ iOS 17 പോലും, അതോടൊപ്പം macOS 14ലും 13ലും ഈ ഒരു അപ്ഡേറ്റ്, സെക്യൂരിറ്റി അപ്ഡേറ്റ് പുഷ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആൻഡ് ഓതറൈസ്ഡ് ഇഷ്യൂ വാസ് അഡ്രസ്ഡ് വിത്ത് ഇംപ്രൂവ്ഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. സോ ഈ ഒരു ത്രെഡ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് സിറ്റിസൺ ലാബ്സ് ആണ്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം തന്നെയാണ് ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് 18.3.1 ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ ഒരു അപ്ഡേറ്റിലും ഇതിൻ്റെ പ്രീവിയസ് അപ്ഡേറ്റിലും അതിൻ്റെ OSൻ്റെ കോഡിൽ, IPSW ഫയലിൻ്റെ കോഡ്സിൽ കണ്ട 2-3 ഇമേജസ് ആണ് ഇവിടെ ഷെയർ ചെയ്തിരുന്നത്. ഇത് കാർപ്ലേയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം കുറേ അധികം വിജിറ്റുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിലവിലുള്ള നമുക്ക് ഹോം സ്ക്രീനിലും ഡാഷ്ബോർഡിലും നമുക്ക് പല വിജിറ്റുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഐഫോണിലുള്ള പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസിൻ്റെയും പല ടൈപ്പിലുള്ള, പല സൈസിലും ഷേപ്പിലുള്ള വിജിറ്റുകൾ, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെ ലാർജ് ടൈപ്പിലുള്ള വിജിറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. iOS 18 കാർപ്ലേനെ പറ്റി നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, താമസിക്കാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എനിവേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് കാർപ്ലേയിൽ വരാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബഗ്ഗുകളിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്താണ്. ഈ ക്യാമറ ഇതുപോലെ ഫ്രീസ് ആകുന്നു എന്നുള്ള കാര്യം ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ iOS 18.3 അപ്ഡേറ്റിൽ
എനിക്ക് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനത് ആ വീഡിയോയിലും മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറച്ച് ഡിലേ വരുന്നു. അതോടൊപ്പം തന്നെ ലെൻസുകൾ അങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ടിരിക്കുന്നു. അത് ഫിക്സ് ചെയ്തത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫിക്സായി. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ എടുത്തപ്പോൾ കണ്ടായിരുന്നു ഇച്ചിരി ഡിലേ വന്നിട്ടാണ് വന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഡിലേ നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഡിലേ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. രണ്ടാമത് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലും യൂസേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും. അതായത് പഴയ ഡിവൈസുകൾ iPhone 11, 12, 13 പോലുള്ള ഡിവൈസുകൾ പുതിയ ഐഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16, 15, 14 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊന്നും പഴയ ഡിവൈസുകളുടെ അത്ര ക്വാളിറ്റി ഇമേജുകൾക്കില്ല. കൂടുതൽ ഗ്രെയിൻസ് അതിലേക്ക് വരുന്നു. ഇത് പൊതുവെ ആളുകൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരിക്കലും ഒരു കമ്പനി, ഇപ്പോൾ ആപ്പിൾ എന്ന് മാത്രമല്ല ഒരു കമ്പനിയും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഫോണുകളിലേക്ക് വരുമ്പം പഴയ ഡിവൈസുകളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലെൻസും സെൻസേഴ്സും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതി എന്ന് പറയുന്നതും വേറെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ഡിവൈസുകളിലേക്ക് വരുമ്പം അതിൻ്റെ ന്യൂറൽ എഞ്ചിൻ അതിനനുസരിച്ചുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ISP ഒക്കെ ബെറ്ററാണ്. അപ്പം അതിനനുസരിച്ചുള്ള പ്രോസസ്സിങ്ങിൽ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഇങ്ങനൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇനി ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇപ്പോൾ അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ചില സമയങ്ങളിൽ ഞാനും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള നോയ്സ് അതിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം ഇതുപോലെ ഒരു പിക്ചർ അവിടെ തൂക്കിയിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്താണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ താഴത്തേക്ക് സ്ലൈഡ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. 127 mm ISO 400 ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ഇമേജാണ്. ഈ ഇമേജ് ഞാൻ ഡിജിറ്റൽ സൂമാണ്. കാരണം 127 mm എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലാണ്. കറക്റ്റ് ക്രോപ്പ് ഫാക്ടർ അല്ല വരുന്നത്. 2x മേളിലേക്ക് വരുന്ന ഏതോ ഒരു ലെൻസിലാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ടെക്സ്റ്റുകളൊന്നും നമുക്ക് റീഡബിൾ അല്ല, ഒട്ടും റീഡബിൾ അല്ല. മൊത്തം മങ്ങി കിടക്കുന്ന ടെക്സ്റ്റാണ്. നമുക്ക് ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ കൂടുതൽ നോയ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇതിൻ്റെ അടുത്ത ഫോട്ടോ എടുത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതൊന്ന് ക്ലോസ് ചെയ്തു. ഞാനിങ്ങനെ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തെടുത്ത് അടുത്ത ഇമേജ് ഞാൻ എടുത്തു. അടുത്ത ഇമേജ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടെ സൂം ചെയ്തിട്ടുള്ള, അപ്പം ഡിജിറ്റലി സൂമാണ്. 223 mm ഇതിൻ്റെ സൂം റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ISO ഒക്കെ സെയിം ആണ്. ISO 400. അതിൻ്റെ ഷട്ടർ സ്പീഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഒരു വ്യത്യാസവും ഇല്ല. ആകെ ആ ഒരു സൂമിങ് റേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ എടുത്ത ഫോട്ടോ, ഇത് ഞാൻ പറഞ്ഞു ഡിജിറ്റലി സൂംഡാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാം. എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല. മറ്റേ ഇമേജിനേക്കാൾ ബെറ്ററാണ്, ഫാർ ബെറ്ററാണ്. ഇതിൽ നമുക്ക് വിയേർഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് പല ആളുകൾക്കും പ്രോബ്ലം സംഭവിക്കുന്നത്. അവർ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് അങ്ങ് ഫോട്ടോ എടുക്കും. ചിലപ്പോൾ ആദ്യമേ എടുക്കുന്ന ഫോട്ടോയിൽ ഈ ഒരു ഇഷ്യൂ കാണും. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർ ജസ്റ്റ് ഈ ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്താൽ, ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫോട്ടോ എടുത്താൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകും. സോ ഇത് ചില ടൈമിൽ ഫോട്ടോസ് എടുക്കുമ്പം ഇമേജ് പ്രോസസ്സിങ്ങിൽ ഉണ്ടാകുന്ന ഇഷ്യൂ കൊണ്ടാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗാണ്, അല്ലാതെ ഹാർഡ്വെയർ ലെവലിലുള്ള ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നുമല്ല. സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിങ് കറക്റ്റ് ആകാതെയും നമുക്ക് വളരെ നോയ്സ് ഉള്ള ഫോട്ടോ ഇമേജ് ലഭിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒട്ടുമുക്കാൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല. ആ 18.3 സെയിം പെർഫോമൻസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്നാൽ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ കൂടുതലും എനിക്ക് ലഭിച്ചിട്ടുള്ള റെസ്പോൺസ് ധാരാളം യൂസേഴ്സിന് ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് 18.3 അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിപ്പം പുതിയ ഐഫോണിലും ഓൾഡർ ജനറേഷൻ ഐഫോണിലും. എന്നാൽ എനിക്ക് പേഴ്സണലി അത്രയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ഇതിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് 18.3.1 ചെയ്തത് iTunes ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി, ബാറ്ററി പെർഫോമൻസിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് സംസാരിക്കുന്നതായിരിക്കും. ബാറ്ററി കപ്പാസിറ്റി നിങ്ങൾ കാണാം 100% ആണ്. 147 ആണ് ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് കുറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം വീണ്ടും പല ആളുകളും പറയുന്നത് കേട്ടു. ഹെൽത്ത് കറക്റ്റായിട്ടുള്ള കാലിബ്രേഷൻ നടക്കുന്നതുകൊണ്ടാണ് കുറേ നാളുകൾക്ക് ശേഷം 7, 8, 9 മാസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ഡ്രോപ്പ് 3-4% ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ഈ ഒരു ബാറ്ററിയുടെ ഹെൽത്തിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അന്നും ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക, ഫോൺ വാങ്ങിച്ചത് യൂസ് ചെയ്യാനാണ്, അല്ലാതെ ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനല്ല. അപ്പോൾ ഇതൊക്കെയാണ് 18.3.1 വിശേഷങ്ങൾ. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ പീസ്.